ഗുഡ് മോർണിംഗ്. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ചരിത്രപരമായ തീരുമാനങ്ങൾ വിപണിയെ സ്വാധീനിച്ച ഒരു വാരമാണ് കടന്നുപോകുന്നത്. ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ 50% താരിഫ് പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയുള്ള ആദ്യ ട്രേഡിംഗ് ഡേയിൽ പല മേഖലകളും സെല്ലിംഗ് പ്രഷറിന് സാക്ഷ്യം വഹിച്ചു. ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഷ്രിംപ് ആൻഡ് സീ ഫുഡ്, ഓട്ടോ കോമ്പോണന്റ്സ് തുടങ്ങിയ മേഖലകളിലെ ഓഹരികളിലും വിൽപ്പനാ സമ്മർദ്ദം കനത്തു. അതേസമയം വിപണിയിൽ വിൽപ്പനാ സമ്മർദ്ദമുണ്ടായെങ്കിലും താരിഫ് ആഘാതം മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ വീഴ്ചയിലേക്ക് ബെഞ്ച് മാർക്ക് സൂചികകൾ നീങ്ങിയില്ല. താരിഫ് പ്രാബല്യത്തിൽ വന്നെങ്കിലും പ്രതിസന്ധി താൽക്കാലികം മാത്രമാണ് എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും ആശ്വാസം പകരുന്നവയാണ്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ നിഫ്റ്റി 1.78% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ താരതമ്യേന ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിംഗ് പ്രഷർ അല്പം കൂടുതലായിരുന്നു. ഇതോടെ സൂചിക വീക്കിലി പെർഫോമൻസിൽ 2.71% ഇടിഞ്ഞു. GST കുറയ്ക്കൽ പ്രതീക്ഷയിൽ പിടിച്ചുനിന്ന FMCG സൂചിക 0.5% കൂടുതൽ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. ബാക്കിയുള്ള എല്ലാ സൂചികകളിലും ഇടിവ് പ്രകടമായിരുന്നു. സൂചികകളിൽ ഏറ്റവും അധികം വീണത് റിയൽറ്റി മേഖലയാണ്. ഇടിവ് 4.28%. 3.46% PSU ബാങ്ക് ഇൻഡെക്സും 3.02% ഇടിവ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും റിപ്പോർട്ട് ചെയ്തു. മീഡിയ, എനർജി, ഫാർമ മേഖലകളിൽ 2 മുതൽ 2.5% ഇടിവ് കണ്ടു. മികച്ച പാദഫലങ്ങളും അനുമാനങ്ങളെ മറികടന്ന GDP ഡാറ്റയും എസ്റ്റിമേഷൻ അനുസൃതമായ കോർ PCE ഡാറ്റകളും US സൂചികകൾക്ക് കരുത്തു പകർന്നെങ്കിലും ആഴ്ചയുടെ അവസാനം US വിപണികളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു. ഡൗ ജോൺസ് വീക്കിലി ബേസിസിൽ 0.19% നേരിയ ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ നാസ്ഡാക്ക് 100 0.35% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. S&P 500 സൂചികയാകട്ടെ ഫ്ലാറ്റ് നോട്ടിലുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സെപ്റ്റംബറിലെ ആദ്യ വാരത്തിലേക്ക് കടക്കുമ്പോൾ സെപ്റ്റംബർ 1 തൊഴിലാളി ദിനത്തെ തുടർന്ന് അമേരിക്കൻ വിപണികൾ അവധിയിലായിരിക്കും. 2-ാം തീയതി S&P ഗ്ലോബലും ISM-ഉം നിർമ്മാണ മേഖലയുടെ PMI കണക്കുകൾ പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റിലെ കണക്കുകളാണ് എത്തുന്നത്. സെപ്റ്റംബർ 3 ജോൾട്ടിന്റെ ജോബ് ഓപ്പണിംഗ് ഡാറ്റ കൂടി വരുന്നതോടെ ലേബർ മാർക്കറ്റ് ഡാറ്റകൾക്ക് തുടക്കമാകും. സെപ്റ്റംബർ 4-ാം തീയതി ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ഡാറ്റകളും എത്തും. സർക്കാർ ഡാറ്റകൾ വരുന്നതിന് മുൻപ് വരുന്ന ഡാറ്റ എന്ന നിലയിൽ ഈ ഡാറ്റ വിപണി ശ്രദ്ധ ആകർഷിക്കും. ഒപ്പം അന്ന് തന്നെ പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റകളും എത്തുന്നുണ്ട്. കൂടാതെ S&P ഗ്ലോബൽ പ്രസിദ്ധീകരിക്കുന്ന സർവീസ് PMI ഡാറ്റയും ISM-ന്റെ നിർമ്മാണ ഇതര ഡാറ്റയും എത്തും. ഇതോടെ പ്രധാന മേഖലകളുടെ വളർച്ച വിലയിരുത്താൻ അമേരിക്കൻ നിക്ഷേപകർക്ക് സാധിക്കും. തുടർന്ന് സെപ്റ്റംബർ 5 നോൺ ഫാം പേറോൾ ഡാറ്റ, തൊഴിലില്ലായ്മ നിരക്ക് എന്നിവ കൂടി വരുന്നതോടെ US-ന്റെ ലേബർ എക്കണോമിയുടെ ചിത്രം വ്യക്തമാകും. യൂറോപ്പിലേക്ക് വരുമ്പോൾ സമ്മിശ്രമായ വിവിധ ഡാറ്റകളായിരുന്നു പോയ വാരം സൂചികകളുടെ ഗതിയെ സ്വാധീനിച്ചത്. പ്രതിവാരാടിസ്ഥാനത്തിൽ ഡാക്സ് സൂചിക 1.89% നഷ്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ CAC 40 3.36% നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തിയത്. FTSE 100 ആകട്ടെ 1.55% ഇടിവും റിപ്പോർട്ട് ചെയ്തു. അടുത്ത വാരം PMI ഡാറ്റകളായിരിക്കും യൂറോപ്യൻ സൂചികകൾക്ക് നിർണായകമാവുക. സെപ്റ്റംബർ 1 ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, യൂറോസോൺ എന്നിവയുടെ നിർമ്മാണ മേഖലയുടെ PMI ഡാറ്റകൾ എത്തും. ജൂലൈ മാസത്തിൽ നിന്ന് കാര്യമായ വ്യതിയാനങ്ങൾ ഒന്നും തന്നെ ഈ ഡാറ്റകളിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഒപ്പം അന്ന് തന്നെ വരുന്ന യൂറോസോണിന്റെ തൊഴിലില്ലായ്മ നിരക്കുകളും വിപണി ശ്രദ്ധ ആകർഷിച്ചേക്കാം. തുടർന്ന് സെപ്റ്റംബർ 2 യൂറോസോണിന്റെ CPI, കോർ CPI കണക്കുകൾ കൂടി പബ്ലിഷ് ചെയ്യും. സെപ്റ്റംബർ 3 ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ സർവീസ് കണക്കുകളും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ കോമ്പസൈറ്റ് PMI ഡാറ്റകളും വരുന്നുണ്ട്. സെപ്റ്റംബർ 5-ാം തീയതിയാണ് ബ്രിട്ടന്റെ റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകൾ എത്തുന്നത്. ഈ ഡാറ്റകളോടെ ബ്രിട്ടീഷ് എക്കണോമിയുടെ ചിത്രം നിക്ഷേപകർക്ക് ലഭ്യമാകും. ഒപ്പം അന്ന് തന്നെ വരുന്ന യൂറോസോണിന്റെ GDP കണക്കുകളും നിക്ഷേപ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ജപ്പാന്റെ കോർ CPI-യിൽ ഉണ്ടായ കുറവും വ്യാവസായിക ഉൽപാദനം നെഗറ്റീവ് വളർച്ചയിലേക്ക് പോയതും ഏഷ്യൻ വിപണികളെ ദുർബലപ്പെടുത്തി. അടുത്ത വാരത്തിലേക്ക് കടക്കുമ്പോൾ ഓഗസ്റ്റ് 31 സെയ്ഷ്യൻ സർവീസ് PMI ഡാറ്റകളോടായിരിക്കും ആദ്യം വിപണി പ്രതികരിക്കുക. തുടർന്ന് സെപ്റ്റംബർ 2 ജപ്പാന്റെ സർവീസ് PMI കണക്കുകളും ചൈനയുടെ സെയ്ഷ്യൻ സർവീസ് കണക്കുകളും നിക്ഷേപക ശ്രദ്ധ ആകർഷിച്ചേക്കും. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം നേട്ടമാണ് കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 0.18% നേട്ടത്തോടെ ബാരലിന് $67.3 വ്യാപാരം അവസാനിപ്പിച്ചത്.
സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 0.14% ഉയർന്ന് ബാരലിന് $63.55 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അമേരിക്കയിൽ ഓയിൽ ഡിമാൻഡ് കുറയുന്നതും ഉക്രൈൻ റഷ്യ വെടിനിർത്തൽ കരാർ നടപ്പാകുമെന്ന പ്രതീക്ഷയുമാണ് എണ്ണവില കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്നത്. കൂടാതെ വരുന്ന വാരം നടക്കുന്ന OPEC+ രാജ്യങ്ങളുടെ മീറ്റിംഗിൽ ഉൽപാദനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും എണ്ണവിലയെ താഴോട്ട് നയിച്ചേക്കും. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $66.06 തുടർന്ന് $65.06 അപ്സൈഡിലേക്ക് വരുമ്പോൾ $68.85 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $69.79 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. WTI ക്രൂഡ് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ സപ്പോർട്ട് $62.23 തുടർന്ന് $60.99 മറുവശത്ത് അപ്സൈഡിലേക്ക് വരുമ്പോൾ $65.51 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടന്നാൽ $66.37 റെസിസ്റ്റൻസ് ലെവലുകളായി ആക്ട് ചെയ്യും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 2.24% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ട്രോയ് ഔൺസിന് $3446.8 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. US ഫെഡ് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് സ്വർണ്ണവില മുകളിലേക്ക് പോകാനുള്ള പ്രധാന കാരണം. ഏകദേശം 25 ബേസിസ് പോയിന്റ് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ കുറഞ്ഞാൽ ബോണ്ടുകളുടെ നിരക്ക് കുറയുകയും സ്വർണത്തിന്റെ ഡിമാൻഡ് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യും. ടെക്നിക്കൽ വശം പരിശോധിക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് ട്രോയ് ഔൺസിന് $3342 തുടർന്ന് $3303 അപ്സൈഡിലേക്ക് പരിശോധിക്കുമ്പോൾ $3467 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടന്നാൽ $3495 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ സർവകാല ഇടിവാണ് പോയ വാരം രേഖപ്പെടുത്തിയത്. പ്രതിവാരാടിസ്ഥാനത്തിൽ USD/INR 0.94% ഉയർന്ന് $88.12 എന്ന നിരക്കിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ വശം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ $88.45 എന്ന ലെവലിലാണ് വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് $89.42 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് $85.84 എന്ന ലെവൽ ആദ്യ റെസിസ്റ്റൻസ് കണക്കാക്കുമ്പോൾ $84.21 എന്ന നിലയും അടുത്ത റെസിസ്റ്റൻസ് മേഖലയായി പരിഗണിക്കാവുന്നതാണ്. പോയ വാരം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് നടത്തിയത്. FIIകൾ 21,151.9 കോടിയുടെ വിൽപ്പന നടത്തിയപ്പോൾ സമാന കാലയളവിൽ DIIകൾ 28,645.04 കോടി രൂപയുടെ നിക്ഷേപവും നടത്തി. ആഴ്ചയിലെ അവസാന ദിവസം എത്തിയ ഒന്നാം പാദ GDP കണക്കുകൾ തന്നെയായിരുന്നു പോയ വാരം നിർണായകം. US താരിഫ് പ്രശ്നങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഒന്നാം പാദത്തിലെ GDP കഴിഞ്ഞ 5 പാദത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചയായ 7.8% പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഇത്തവണ വളർച്ചയ്ക്ക് നിർണായകമായത്. നിർമ്മാണ, കാർഷിക മേഖലകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വ്യോമയാന ചരക്ക് ഗതാഗതവും GST കളക്ഷനുകളും വർദ്ധിച്ചു. ആഗോള വ്യാപാര അപകട സാധ്യതകൾ ഇപ്പോഴും ഒരു ആശങ്കയായി തുടരുന്നുണ്ടെങ്കിലും ഡൊമസ്റ്റിക് ഡിമാൻഡ് വളർച്ചയെ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന വാരം വിപണിക്ക് നിർണായകമാവുക സെപ്റ്റംബർ 1 നിക്കെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകളാണ്. കഴിഞ്ഞ പാദത്തിൽ രേഖപ്പെടുത്തിയ 59.8 എന്ന കണക്ക് മാറ്റമില്ലാതെ തുടരുമെന്നാണ് വിപണി അനുമാനിക്കുന്നത്. സെപ്റ്റംബർ 3 നിക്കെ സർവീസസ് PMI ഡാറ്റകളും എത്തും. ഈ ഡാറ്റയും കഴിഞ്ഞ പാദത്തിന് സമാനമായി തന്നെ മാറ്റമില്ലാതെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെപ്റ്റംബർ 3, 4 തീയതികളിൽ നടക്കുന്ന GST കൗൺസിൽ യോഗത്തിന്റെ തീരുമാനങ്ങളും വരുന്ന വാരം വിപണിക്ക് നിർണായകമാണ്. കൂടാതെ പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ സെപ്റ്റംബർ 5 റിപ്പോർട്ട് ചെയ്യും. ഓഗസ്റ്റ് 22 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $4.3 ബില്യൺ താഴ്ന്ന് $690.7 ബില്യൺ അടുത്ത വാരം വിപണി ഉറ്റുനോക്കുന്ന മറ്റൊരു ഡാറ്റ ഓഗസ്റ്റിലെ ഓട്ടോ സെയിൽസ് കണക്കുകളാണ്. മൊത്ത വിൽപ്പനയിൽ ഓട്ടോ കമ്പനികൾ സമ്മിശ്രമായ കണക്കുകൾ രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫെസ്റ്റീവ് സീസൺ ആയത് 2 വീലർ സെഗ്മെന്റിന് അനുകൂലമായേക്കും. സ്ട്രോങ് റൂറൽ സെന്റിമെന്റ് കാരണം ട്രാക്ടേഴ്സിന്റെ വിൽപ്പനയിൽ ഹൈ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണുമെന്നും അനലിസ്റ്റുകൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നു. IPO മാർക്കറ്റിലേക്ക് വന്നാൽ വരുന്ന വാരം സെപ്റ്റംബർ 3 ആൻലോൺ ഹെൽത്ത് കെയർ ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 2013 സ്ഥാപിതമായ കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ആൻലോൺ ഹെൽത്ത് കെയർ. ഇഷ്യൂവിലൂടെ 121 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. സെപ്റ്റംബർ 3 തന്നെ വിക്രാൻ എഞ്ചിനീയറിംഗ് ഓഹരികളും ലിസ്റ്റ് ചെയ്യപ്പെടും.
പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. IPOയിലൂടെ 772 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. വരുന്ന വാരം സബ്സ്ക്രിപ്ഷനുമായി എത്തുന്ന കമ്പനി അമാൻഡ ഹെൽത്ത് കെയർ ആണ്. 1994 സ്ഥാപിതമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അമാൻഡ ഹെൽത്ത് കെയർ. സെപ്റ്റംബർ 1 ഓപ്പൺ ആകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുക 3-ാം തീയതിയാണ്. ഇഷ്യൂവിലൂടെ 126 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബർ 9 അമാൻഡ ഹെൽത്ത് കെയർ ലിസ്റ്റ് ചെയ്യപ്പെടുക. ബെയേഴ്സ് അവരുടെ ഡൊമിനൻസ് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ വിപണി തുടർച്ചയായ 2 സെഷനിലെ നേട്ടത്തിന് പിന്നാലെ ഒരു നെഗറ്റീവ് നോട്ടിലാണ് പോയ വാരം വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ഏകദേശം 0.3% ഇടിവ് രേഖപ്പെടുത്തിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. അമേരിക്ക 50% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകളാണ് പ്രധാനമായും വിൽപ്പനാ സമ്മർദ്ദത്തിന് കാരണമായത്. ചാർട്ടിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ പാറ്റേൺ ഫോം ചെയ്തതും ഒപ്പം എല്ലാ മൂവിംഗ് ആവറേജുകളും ഡൗൺവേർഡ് ട്രെൻഡിംഗ് ആയതുകൊണ്ട് കറന്റ് മാർക്കറ്റ് സ്ട്രക്ചർ വീക്ക് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. വരും ആഴ്ചയിൽ കൂടുതൽ വീക്ക്നെസ് പ്രതീക്ഷിക്കാമെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ സീനിയർ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത്. നിഫ്റ്റി നിലവിൽ 24,300 മുതൽ 24,200 എന്ന സപ്പോർട്ട് ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ 24,000 മുതൽ 23,900 എന്ന ലെവലിലേക്ക് വന്നേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മറിച്ച് 24,700 മുകളിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സെന്റിമെന്റ് ബുള്ളിഷായി മാറാൻ ഹൈ ചാൻസ് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ത്രൂ ഔട്ട് സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചത്. ആഴ്ചയിലെ അവസാന ദിനം പോസിറ്റീവ് നോട്ടിലായിരുന്നു ട്രേഡിംഗ് ആരംഭിച്ചതെങ്കിലും ഗെയിൻസ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ 0.31% ഇടിവോടെയാണ് ക്ലോസ് ചെയ്തത്. ചാർട്ടിൽ റിവേഴ്സൽ പാറ്റേൺ ആയ ഗ്രേവ് സ്റ്റോൺ ഡോജി ഫോം ചെയ്തെങ്കിലും വരും സെഷനുകളിൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. SBI സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ റിസർച്ച് ഹെഡ് സുദീപ് ഷായുടെ അഭിപ്രായത്തിൽ ഭാവിയിൽ 53,500 മുതൽ 53,400 എന്ന റേഞ്ച് നിർണായക സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം. 53,400 താഴേക്ക് മൂവ്മെന്റ് ഉണ്ടായാൽ 52,900 ഷാർപ്പായ ഇടിവിനും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സാക്ഷ്യം വഹിക്കും. മറിച്ച് 54,400 മുതൽ 54,500 റേഞ്ച് പ്രധാന റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അദ്ദേഹം പറയുന്നു. റിസർവ് ബാങ്കിന്റെ ഉൾപ്പെടെ പ്രവചനങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ GDPയുടെ സർപ്രൈസ് മുന്നേറ്റം വിപണിയിൽ ആശ്വാസ റാലി പകരുമോ എന്നതാണ് വരുന്ന വാരത്തിൽ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. ഇതിന് പിന്നാലെ ആഴ്ചയിലെ ആദ്യ ദിനം വരുന്ന ഓട്ടോ സെയിൽസ് കണക്കുകളും വിപണിയിൽ ചലനം സൃഷ്ടിച്ചേക്കാം. ഇതിലൊക്കെ ഉപരിയായി നടക്കാനിരിക്കുന്ന GST കൗൺസിൽ യോഗത്തിൽ ഇന്ത്യൻ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള അനുകൂല പരിഷ്കരണങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും അത് സ്റ്റോക്ക് മാർക്കറ്റിലും ഒരു റാലിക്ക് കാരണമായേക്കും. മൈഫിൻ TVയുടെ എല്ലാ പ്രേക്ഷകർക്കും അഡ്വാൻസ് ഓണാശംസകൾ നേരുന്നു. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.